ഞങ്ങളങ്ങനെ കറങ്ങി തിരിഞ്ഞ് ട്രെയിനിലെ 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ആഗ്രാഖാനിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ റൂം കണ്ടുപിടിക്കുക. പിന്നെന്താ അവിടെ നിന്ന് ഒന്ന് സെറ്റാവുക. സൈക്കിളിലാണ് യാത്ര ഉദ്ദേശിക്കുന്നത്. നടന്നാൽ നടന്നു, അങ്ങനെ നോക്കുന്നു. ഞങ്ങളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഇഷ്ടം പോലെ ഓട്ടോക്കാർ ചുറ്റും ഇങ്ങനെ കൂടി. അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആകെ കൺഫ്യൂഷനായി. പിന്നെ ഒന്ന് അവരുടെ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി തന്നെ ഒരു 1/2 കിലോമീറ്ററോളം നടക്കേണ്ടി വന്നു, ഒന്ന് ആലോചിക്കാൻ വേണ്ടി. അങ്ങനെ മാറി നിന്ന് ഒന്ന് ആലോചിച്ച് സെറ്റായി. അവസാനം ഒരു ഓട്ടോ വിളിച്ചു. ഇവിടെ നിന്ന് ഏതാണ്ട് 5.9 കിലോമീറ്ററോളം ഉണ്ട്. താജ്മഹലിലേക്കാണ് ആദ്യം പോകുന്നത്. അദ്ദേഹം പറഞ്ഞത് 50 രൂപ എന്നാണ്. എന്നാലും വൈബാണ്. നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു ഓട്ടോ, രസമുണ്ട്. നമ്മുടെ ഓട്ടോവാല ഒരു എന്താ പറയുക, ഒരു സ്ട്രീറ്റിനുള്ളിലാണ് നമ്മളെ കൊണ്ട് ഇറക്കിയത്. അവിടെ നിന്നൊരു കുറച്ചുണ്ട് നടക്കാൻ താജിലേക്ക്. അപ്പോൾ നമ്മൾ ടൂറിസ്റ്റാണെന്ന് അറിയുമ്പോൾ തന്നെ ഇവിടുത്തെ ഓട്ടോക്കാർ പൊതുവേ ഒരു കമ്മീഷൻ ഏർപ്പാടിൻ്റെ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കൊണ്ടുപോയതൊരു റൂമിലേക്കാണ്, അക്കോമഡേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പരമാവധി ഇവിടെ വന്നിട്ട് എല്ലാം ഓൺലൈൻ ബുക്കിംഗ് ചെയ്യുന്നതായിരിക്കും വെരി ചീപ്പസ്റ്റ്. നമ്മൾ booking.com ഗോയബിബോ ഒക്കെ നോക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങളിപ്പോൾ ഗോയബിബോയാണ് നോക്കിയത്. 150 പെർ ഹെഡ് ഡോർമെറ്ററി AC റൂം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ റൂമിലേക്കല്ല പോണത്, നമ്മൾ നേരെ താജിലേക്കാണ് പോകുന്നത്. സ്വപ്ന സാക്ഷാത്കാര്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ആ കാണുന്ന വെള്ള ബിൽഡിംഗ് എന്താണെന്ന് അറിയും? മുംതാസിൻ്റെയും ഷാജഹാൻ്റെയും താജ്മഹലിലെ ചുമന്ന കളറെന്ന് വിശ്വസിക്കുന്ന അസുഖമുള്ള ഗൈഡ് അച്ഛനാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. നല്ല തിരക്കുണ്ട് കേട്ടോ. ടിക്കറ്റ് എടുക്കലും ഇവിടെ നിന്ന് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടം വരെ എത്തിയ കഥയൊക്കെ പറയാൻ ഒരുപാടുണ്ട്. ട്രെയിൻ ഇറങ്ങി ഓട്ടോറിക്ഷ പോകണം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. First of all, actually we call this place is a forecourt. Because here is a 4 gate, that's why we call this place is a forecourt. Forecourt. We enter the Purvi gate, the eastern gate. South gate. But we call this gate is a royal gate. The height of this gate is at 110 feet. And even we can see the Arabic word on the gate. Okay. Yeah, actually they write here 14 chapters of Quran. One chapter is here and all 13 chapters inside. And these words seem like a painting, but this is not a painting. This is very hard and very tough work. Because this work is a marble inlay work. About this work I will explain you properly when we go inside the gate. Because from here, if I will explain, you can't understand properly. Okay? And one more thing, these words seem like a same size from here, yeah? But bottom to up, every word is a bigger than first one. Actually, they write there 16. They use their optical illusion. I hope you understand. Okay. And we can see the small dome top of the gate. And from here we can see just only 11 domes, but this is 22 because Tajmahal 22 is to build. I will show you all 22 coppers together when we reach the right platform. Okay. And this building is a perfect symmetrical building. So I need just only 1 minute is there on the center line. After that you will be free. You will be take your pictures. It sound good? Okay. മച്ചാൻ പറയുന്നത് നമുക്ക് ഇവിടെ പല ഗേറ്റുകളുണ്ട്. ഇതൊന്ന് പുറയിൽ പറഞ്ഞ് നമ്മൾ കയറി വന്നത്. പക്ഷെ ഇതാണ് നമ്മുടെ മെയിൻ സാധനം,
center line of this building, and architecture sort of depend on this line. This line starts the south gate, and where it ends, I will show you when we will reach the red platform. Okay. And see, if you look through the line, then you will find each and every arch in the cemetery. Yeah? Hope you understand. Oh, yeah. So I would like now you will take pictures. Then after that we are going inside. Sure. Okay. But first of all, before that, അപ്പോൾ നമുക്ക് ഇപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഈ ലൈന് സെൻറ്ററിൽ നോക്കിയാൽ നമുക്ക് ഈ ബിൽഡിങ്ങിനെ കറക്റ്റ് രണ്ടായിട്ട് കാണാൻ പറ്റുമെന്ന് പറയുന്നത്. ഇതൊരു സൈഡും ഇതൊരു സൈഡും അങ്ങനെ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്ത് നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നതാണ്. അത്ര പെർഫെക്റ്റ് കൺസ്ട്രക്ഷൻ ആണെന്നാണ് പുള്ളി നമുക്ക് പറഞ്ഞു തരുന്നത്. നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ പിന്നെ ആ മുകളിൽ നിൽക്കുന്നതിൻ്റെ കാര്യം എന്താ റസൂള്ള പറഞ്ഞത്? 1 2 3 4 5 6 7 8 11 ഉണ്ട്. ആ മുള അത് കുബ്ബ 11 ഉണ്ട്. അത് മൊത്തം 22 എണ്ണം ഉണ്ട്. അത് വേറെ എവിടേക്കാണ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 22 വർഷം എടുത്തിട്ടാണ് താജ്മഹൽ പണിതത്. അത് കാരണം 22 ഐറ്റം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ആൽഫബറ്റ്സ് ഓരോന്നും ഓരോ അക്ഷരവും ഒന്നിനെക്കാട്ടിയും വലുതാണ് അല്ലേ? മുകളിൽ സെയിം എന്താ വലിപ്പത്തിലാണ് സൈസിലാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് തോന്നും. പക്ഷേ താഴേന്ന് ഈ റൈറ്റിങ് താഴേന്ന് മുകളിലേക്ക് ഓരോ സൈസ് കൂട്ടിയാണ് അവർ എഴുതിയിരിക്കുന്നത്. അകത്തോട്ട് പോവാണ്. ഈ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇതാണ് താജ്മഹൽ. ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും സ്നേഹം വിളിച്ചോതിക്കൊണ്ട് ഒരു വെള്ള കൊട്ടാരം. ലോകാത്ഭുതങ്ങളിൽ ഇടം പിടിച്ച വളരെ ഫേമസ് ആയ ആർക്കിടെക്ചർ. എൻ്റെ മോനെ ഈ വ്യൂവിന് എന്ത് പറയണം. പലവട്ടം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും മൊഞ്ച്. കൊറോണ നമുക്ക് നമ്മുടെ നാട്ടിൽ മാത്രമേ പറയാറുള്ളൂ കേട്ടോ. ഇവിടെ ആരും മാസ്ക് ഉപയോഗിക്കണില്ല. ക്വൈറ്റ് നാച്ചുറൽ എല്ലാം യൂഷ്വലായിട്ട് സാധാ പോലെ തന്നെ. നമ്മൾ തന്നെ മാസ്ക് കഴുത്തി തൂക്കിയിട്ടേക്കുന്ന ആകെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇവിടെ മാസ്ക് കൂടിയില്ല. Water because nowadays is a dam and everything they stop the water. That time they are using fountain for the manpower. But nowadays is everything we have the electronic but today is not working. These are the workers. Today is not working. Why is not working? I don't know. ഡയാന രാജകുമാരി വന്നിരുന്ന സ്ഥലമാണിത്. അന്ന് മുതൽ ഇത് ഭയങ്കര ഫേമസ് ആണ് ഈ സ്ഥലം. means Shahjahan was the 5th emperor of the Mughal dynasty. The first emperor of the Mughal dynasty was Babur. And Babur from mother side he was Timurid, and father side he was Mongolian. You understand Timurid? Yeah. We are studying our history. So from mother side he was Mongolian. Actually in those days two great dynasty has become the biggest dynasty as the Mughal dynasty. So we can say that Babur was direct descendant of Genghis Khan. You heard about Genghis Khan? Yeah. So they are Mughals are direct descendant of Genghis Khan. We can say that. And the Mumtaz Mahal died in 1631. And when she gave about 14 child before her death, she made 3 promises to king. Three promises to king. First, you will take care of my all child. Actually, she felt that before the kid, she felt that I will be died. That's why she made 3 promises to king. If I will be died, so 3 promises. First, you would take care of my all child. Second, you would not marry again because according to Islam, they could make a full marriage. Yeah. And the Mumtaz was the third wife. And the third promise was you would do something for our love, which is famous forever. And after the death of Mumtaz Mahal, Shahjahan looked at himself for 3 months at Agra Fort. And he was thinking continuously, what should I do for my love? And when he got ideas, so many architects made a model according to the idea of the king. But Isa Mu was the luckiest man who selected the construction of this building. Can you please? Isa Mu, ISSMUS. He's from Iran. Oh. So construction began this building 1631 and completed 1653, 8
Mahal took 22 years to build. And we can see the main white building. Yeah. Main white building took 17 years to build. Due to its 3 different step work for the beautification of this building. They use their Patratura work, which is called inlay work, filigree work and base relief garden work. Do you know that these all work are very hard work and very incredible work, because in those days they don't have any kind of machinery. All work by hand. Yeah. That's why more than 20,000 workers work there every day. Can you imagine? 22 years to build and 20,000 workers work there every day just because of that kind of very beautiful work. And I will show you and I will explain you about this all work when we go inside the grave. Okay? And this monument is the tallest monument in India. And height of this monument is 286 above the water level, above the sea level. And yes. And this is the last example of the Mughal architecture. After this, they never build any kind of buildings. Okay? And you can see these 4 pillars to front and to behind. Yeah. Actually, there also they use optical illusion. If you see Taj Mahal from there, these pillars seem like a straight like this. But when you go to closer, I will show you that these pillars 1 inch inclined from this like this. I will show you. Do you know why they build like this? Because if earthquake will come here, yeah, they will fall, so they will not destroy the main building. That's why they build like this. If front one fall in garden and behind one fall in Yamuna River, because already I told you behind the building we have Yamuna River, which is the holy river of India. And you can see this red building. It is a mosque. And behind the tree we have also another red building, same kind of mosque. Because I told you this building is a perfect symmetrical building. Yeah. So in those days, in the Middle East, there is a mosque and that place is free. That's why they built this building for the palace, for the cemetery. But later Britishers were ruling here, they used this building as a royal guest house. But Mughals built just for the palace, for the cemetery. Okay? And you can see this garden system here. Yeah. Yeah, actually we call this garden system is a 4 garden system. In the holy book of Quran, the 4 garden system means a door for heaven. You understand the Jannat ke 4 word. Yeah? Why we call? See, 1, 2. Yes? 1 and 2. Yes? Same kind of this. 1, 2, then 4. It's called 4 garden system. According to Quran, actually Shahjahan wanted that when I will come to my wife's grave, and he wanted to feel that she's in heaven. Because according to Quran, according to a holy book of Quran, in a Jannat, you understand Jannat? According to Jannat, in Jannat is a lot of fountain, rivers. According to this, he make this place because he wanted that. When I come, then he wanted to tell that she is in a heaven. Okay? And when we go inside, there is a 2 kind of graves. Down to the steps, there is a original graves, king and queen. But now this is closed by the government for the security. 1980 they closed, but just only the replicas are open for the tourists. Okay? Any question? No, nothing. No? Okay. Shall we move? Yeah. ഷാജഹാന്റെ സ്വപ്നം, മുംതാസിന്റെ ഓർമ്മ. ആ കൊളുത്തുകളുണ്ടോ? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് ഈ ബിൽഡിങ്ങിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അവരന്ന് മൊത്തം കവർ ചെയ്തിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചിരുന്ന ഹുക്കാണ്. ഈ പില്ലറിനെ കുറിച്ചാണ് മച്ചാൻ പറഞ്ഞത്. 4 പില്ലറും 4 ഭാഗത്തേക്ക് പുറത്തേക്ക് ചരിഞ്ഞിട്ടാണ് നിൽക്കുക. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് പക്കായിട്ട് നിൽക്കുന്നതെന്ന് തോന്നും. പക്ഷേ 4 പില്ലറും പുറത്തേക്ക് ചരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതെന്ന് വെച്ചാൽ ലാൻഡ് സ്ലൈഡ് വല്ലതും ഉണ്ടായാൽ ബിൽഡിങ്ങിനൊന്നും പറ്റാണ്ട് പില്ലറുകൾ പുറത്തേക്ക് തന്നെ വീഴണം. ആ രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തത്. Actually, they use here lots of semi and precious stone. You understand gemstone? ജെംസ്റ്റോൺ. They use here 20 kind of gemstones, semi and precious, both kind of. But the 3 stones are very, very incredible here. First is a cornelian. Cornelian stone they use inside the graves. And
you know, it had quality when I put the light. That one is strong. Light is observing like fire. I will show you when I go inside. And second, this marble. Do you know anything about this marble? Actually, it is a number one quality marble in the world. We call this marble is a Makrana. In the Rajasthan, is a small city, is a Makrana. It comes from Makrana. That's why we call this marble is a Makrana marble. And by the nature, this marble is the hardest marble of the world. 100% non-porous. You understand non-porous? And this marble is a translucent also. Translucent, you know, when I put the light there to marble, I just throw the marble. I will show you with the light when I go inside with the light. And the third one, you can see the lotus flower on the top. Yeah. There you find the black stone like this. Yeah. Actually, it is a local stone of Agra. We call this stone the Star of India. This stone runs only Yamuna River. And it had lots of quality, you know, when full moon light, moon was is there, light is the marble because this marble is a translucent, and that stone is a sparkle on the top like a star. That's why Taj Mahal looks so beautiful on full moonlight. So with the light, the cornelian stone and that marble I will show you when we go inside the grave. But the Star of India we can't see properly from here. That stone, if you wanna, then I will show you later after the Taj Mahal. But the cornelian and this marble I will show you with the light and go inside. Okay? And now we need your ticket because we go to the entry. ആദ്യം കണ്ടില്ലേ നമ്മൾ അതിപ്പോൾ കറക്റ്റ് എണ്ണി നോക്കിയത് 1 2 താഴത്ത് നോക്കാം. അപ്പോൾ അപ്പുറത്തും 11 കാണാം. ഇങ്ങനെ 22 ഇയേഴ്സാണ് ഇത് പണിയാനെടുത്ത സമയം. ആദ്യം ഗേറ്റ് പണിതു, അതിനുശേഷം എത്ര വർഷം എടുത്തോ അത്രയും വർഷത്തെ സിമ്പിളായിട്ടാണ് ആ ഒരു കുബ്ബ അവിടെ പണിത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറൊരു കാര്യമുണ്ട്. ഈ സ്റ്റെപ്പും 22 ഉണ്ടെന്നാണ് പറയുന്നത്. അസോള എണ്ണിക്കോ? आप जाइए, आपने शू को पहन लिए, आप उन्होंने पहनने इसलिए रुके हैं। 1 2 3 4 21. അപ്പോൾ 22 സ്റ്റെപ്സും ഉണ്ടായിരുന്നു ഇവിടെ താഴെ. ഭയങ്കര അത്ഭുതമാണല്ലേ, എത്ര വർഷം എടുത്തു അത്രയും സ്റ്റെപ്പ്, എത്ര നാളെടുത്തു അത്രയും. Here is no joint. And the procedure is that first they print on the surface with henna color. You understand henna? Henna, mehndi, which the ladies are using. ഓ മെഹന്തി, ഓ മൈലാഞ്ചി. First they print on the surface with henna color, then they put the design flowers and the leaves, then they had a tool. Then they stitching them out, then design is come out. Even we can see the design is here, same design is there, like a mirror, because I told you it's a perfect symmetrical building. That building, that design and that design also same. And now you please tell me what is this? It seem like a painting? No, it's a stone. Eh? Totally stone. Actually, it is very hard and very tough work. We call this work is a marble inlay work. And as I told you, they use here 28 expensive stones. So these are the real and expensive stones. It is not a black Star of India, it's a black onyx. Star of India, they use just only top of the dome. Malachite, cornelian, and the same procedure. First they print on the surface with henna color. First they print flowers and the leaves. Then they had a tools, the diamond chisel tool, because this marble is the hardest marble of the world. Then they chasing the marble. Then they had a big piece of stone. Then they cut the stone with the shape. Then they polishing. Then they fixed it inside with the special glue. And here, this work is a very broad. But inside the graves, this work is a very sharp. That's why sometimes they lost the finger. Because this marble is the hardest marble of the world. I'll show you. If you want to take pictures and videos, you do here. Then after the video. പുരാതനമല്ലോ പുണ്യം. അവിടെ ആയിരിക്കില്ലേ കുളിക്കാറങ്ങുന്നത്? ഓ ബാക്കി മലയാളം ശബ്ദ വിഹാരം കേരള തിരുവനന്തപുരം വീട്ടിൽ ശബ്ദ
Bangam. It's a Tamil. Banga, banga. Banga. Banga means come. Wango. 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 It's Tamil. I don't know. Okay. I told you that they wanted to the black Taj Mahal for their himself. It's the foundation. Same these kind of buildings is there also. They wanted to the same size and everything. It's just a foundation. It's not complete. There is a അവിടെയാണ് ആഗ്ര ഫോർട്ട്. ഇതായിരുന്നു നമ്മുടെ ബ്ലാക്ക് It is the largest fort in subcontinent. Indian subcontinent. 2.5 kilometers semicircle area. But there's only 20% area open for the tourists. 80% area is not for the tourists. Have you been there or not? Yeah. You been there? You know, Black Taj Mahal, Shah Jahan Aurangzeb in present is far away Agra Fort. Because he don't want that kind of people and he wanted to become the king. These are the two reasons, but this is true, there is the foundation of Black Taj Mahal. If you want to take pictures, then you can use your camera and we are going to the Persia. Persia. Because almost people are from Persia. But the 40 and 45 families are still living in Agra behind the south gate. Okay. Because that mosque is a them family mosque. Them family build this mosque and they pray. So that's why, because them family built this building, Taj Mahal. So give them honor to respect. That's why the Indian government Taj Mahal close every Friday just because of them. Oh, okay. But Normal day? Normally day is not allowed. People are not allowed. Every No, just for them people. them people only. Yes, Okay. the descendants. They have a card. They show off the card. When they come, they beautiful. Okay. But some occasionally like a Eid, all people they allowed. That time for the 2 hours, Taj Mahal is a free for everyone. 2 way, 1 way for the namazi, second way for the visitors. Okay. The 2 hours for the Right. during the prayer time, they free for the tourists. Oh. അങ്ങനെ നമ്മൾ താജ്മഹലും ഫുൾ എക്സ്പ്ലോർ ചെയ്തു. താജ്മഹൽ എക്സ്പ്ലോർ ചെയ്തിട്ട് എക്സിറ്റിലേക്ക് നടക്കുകയാണ്. അതാണ് നമ്മുടെ ഗൈഡ്. All beautiful work, carving work and everything. അങ്ങനെ നമ്മൾ താജ്മഹലിൻ്റെ രാത്രിയുള്ള വ്യൂ ഫുൾ മൂണിലാകുമ്പോൾ താജ്മഹൽ നമ്മൾ നേരത്തെ കണ്ട കല്ലുകളൊക്കെ തിളങ്ങി നിൽക്കുന്നതാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. നമ്മളിത് കണ്ടിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു ഡെമോ ഇവിടെ ഏതോ ഷോപ്പിലുണ്ട്, നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. എന്താണോ കൊണ്ടുപോകുന്നത് അറിയത്തില്ല. ഏതായാലും പോയി കണ്ടു നോക്കാം. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നാൽ ഉടനെ തന്നെ നമ്മളെ കോരി എടുത്തുകൊണ്ട് പോകാനാണ് ആൾക്കാർ വരിക. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയാൽ റൂമിന് വേണ്ടിയിട്ട്, റൂമിൽ നിന്ന് ഇറങ്ങിയാൽ ടിക്കറ്റ് വേണമെന്ന് വെച്ചിട്ട് എല്ലാം ഇവർക്കൊരു ബിസിനസ്സാണ്, എല്ലാം ഒരു പ്രോഫിറ്റാണ്. കാരണം ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പ്. We will show you, sir, about the quality of this marble and about this silverwork and how Taj Mahal looks beautiful in full moonlight. This is our real marble we can dry touch. This is the same work. And this is our semi-stone we can dry here. And this is all done by hand work. This is not machine work. This is stone, see cornelian, malachite, lapis lazuli. This is the shell. And this is the hard marble from Makrana. This is stone, when you put the light there, this is the glow stone. How the glow is put the light there, this is the full transparent stone. Translucent, yes. When is the light in the night time, coming to the moon, the reflections are here, this is the full translucent. This is same stone you will see inside Taj. And this is our real marble. One of this one we got the limestone. This is not marble. It look like marble. This is limestone coming very easy like this. This is soft one. And hard marble is never come out. So this one only you find Agra. This all Agra manufactured marble. So this is with the plate. You like the model of Taj Mahal, can I see the marble Taj? Like this. This is the replica model. This is the marble Taj.
Then the space here, we put also light there. There's the hole is here. We put light, touch, comfortably, we use this thing from our car. Same like moonlight. This is the small size, it's like the bigger than this, we got also bigger one. And also small one.